SNDP-കാരൻ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ അവൻ്റെ ബൈക്ക് SNDP-യിൽ എങ്ങാണ്ട് ഒരവനായത് വന്ന് കയറിയിരിക്കും. ഇപ്പം മണിയെന്ന് പറയുന്നത് 11:55. കുറച്ച് നേരമായി വന്നിട്ട്. ഞാനിവിടെ എൻ്റെ വീട്ടിലാണ്. I am inside my house with my mother. My mother here. This is my house and my mother is there doing her work, some work in our backyard actually. Backyard, you know. Means I will show you backyard. I am cooking. This is my kitchen and this is the camera, kitchen camera, okay. And this is my mother. This backyard, our 17 cents of properties there. My mother is working actually. Me and my mother here. This is okay. My mother is doing certain work there. My mother is 88, no problem at all. She is very healthy. I did work actually. When I will be doing some work actually, I did all these things. This okay. What to say if actually I don't know. Like we have to do like this in when this thing goes summer. We will do like this, you know. Like we will take a circle. We will remove the this thing from around the coconut tree, you know, and we will keep like this bit dip actually, and we will pour fertilizer, all these things. So I just did for that. And this is my house. This is the, you all know, here I am, me and my mother, okay. ഡ്രാമയും കാണിച്ചിങ്ങനെ ഒത്തിരി അവന്മാരിങ്ങനെ കയറില്ല. അവിടോട്ടാണ് ഇപ്പം ഡ്രാമയെല്ലാം ശ്രീലതയുടെ അവിടോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അവളാണ് ദീപ എസ് പണിക്കറായിട്ടൊരു 80 വയസ്സുള്ള ഒരു കിളവി അഭിനയിക്കാൻ തുടങ്ങി. അവിടെ മോൻ എന്നെക്കാട്ടി മൂത്തതാണ് അവിടെ മോൻ. ഈ ശ്രീലത, സദാനന്ദ മന്ദിരത്തിൽ ശ്രീലതയെന്ന് പറയുന്നവൻ. അമ്മേ, ഈ സദാനന്ദ മന്ദിരത്തിലേ ശ്രീലത എന്ന് പറയുന്ന ഈ എൻ്റെ അച്ഛൻ്റെയൊക്കെ അനിയൻ്റെ ഭാര്യ എന്ന് പറയുന്നത് അവരുടെ മൂത്ത മോൻ എന്നെക്കാട്ടി മൂത്തതല്ലയോ? ആണേ. അല്ല മിസ്, അവരുടെ മോന് സദാനന്ദ വീരേന്ദ്ര സിംഗ് എന്നെക്കാട്ടിലും മൂത്തതല്ലയോ? അല്ല, ഞാൻ പറയുക ആണല്ലോ. എനിക്കറിയത്തില്ല. അവനുണ്ടായി. പിന്നെ അങ്ങനെ ഇങ്ങനെ നീ ഗർഭിണിയായാലും എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞാല് അവർക്ക് 2 മക്കളായിരുന്നു. എനിക്ക് മക്കളില്ല. എന്നെക്കാട്ടി മൂത്തതാ. അതാ പറഞ്ഞത്. ഇങ്ങോട്ട് നോക്കിയമ്മേ, എൻ്റെ അമ്മ. ഇതാണ് എൻ്റെ അമ്മ. പിന്നെ എനിക്കറിയത്തില്ലയോ? ഞാൻ പറയുക എനിക്ക് മൂത്തതാണെന്ന് പറഞ്ഞതാ. എനിക്കറിയാത്ത കാര്യമാണ് ഇതൊക്കെ. അപ്പം അവളാണ് ആ കിളവിയാണ് ഞാനായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അഭിനയിക്കുന്നവൾ. അവളങ്ങ് അഭിനയിക്കുക. എന്നിട്ടാണ് നമ്മുടെ മുഖമെല്ലാം ഇങ്ങനെ തൂക്കുക, പറിക്കുക. നമ്മുടെ മുഖത്തോട്ടെല്ലാം ഭയങ്കര കണ്ണിൻ്റെ 2 സൈഡിലോട്ടും ഇങ്ങനെ ലേസർ അടിക്കുക. ഭയങ്കര ശല്യമായി ഇവന്മാരെ കൊണ്ട് കുറേ എണ്ണം. ഇപ്പം നമ്മുടെ തലയുടെ ഇടത് സൈഡിലോട്ട് ഇങ്ങനെ അടിക്കുകയാണ് ലേസർ. നമ്മുടെ കണ്ണ് ശരിയാക്കണം. അങ്ങനെ പല പല ഡ്രാമകളാണ്. ഭയങ്കര ശല്യമാണ് ഇവന്മാരെ കൊണ്ടും. ഇങ്ങനെ എല്ലാവർക്കും അറിയാം ലേസറും ഇതും എല്ലാം. നമ്മുടെ മോട്ടർ ഓഫ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെല്ലായിടവും തിരക്കുന്നുണ്ട്. മോട്ടറെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓഫ് ആകാറില്ല. ഇങ്ങനെ ഇവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വോൾട്ടേജ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ട് ഡിമ്മാക്കും. വോൾട്ടേജ് ഡിമ്മാക്കുമ്പോൾ നമ്മുടെ മോട്ടർ നിൽക്കും. ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ നല്ല ഒന്നാമതായിട്ട് ഫിസിക്സ് പഠിച്ചവളാണ്. അല്ലാതെ ചുമ്മാ വായി നോക്കിയൊന്നുമല്ല. 95 കാണിച്ചു. 95 to 93 to 95 ബാച്ചായിരുന്നു പ്രീ ഡിഗ്രി. നിങ്ങൾ അന്നത്തെ പ്രീ ഡിഗ്രിയുടെ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ടെക്സ്റ്റ് ബുക്സൊക്കെ എടുത്ത് നോക്കിയാൽ മതി. പാർവതിയും സെബാസ്റ്റ്യനും അങ്ങനെയൊക്കെയുള്ളവർ എഴുതിയതും, പിന്നെ എയോ തോമസ് ആണെന്ന് തോന്നുന്നു കെമിസ്ട്രിയുടെ ബുക്കിൻ്റെ ആൾ. അതൊക്കെ പഠിച്ചവരാ, മനസ്സിലായില്ലേ? അതുപോലെ നമ്പർ 1 സാറാ കേരളത്തിലെ നമ്പർ 1 റഷീദ് സാറ്. അങ്ങോട്ട് തിരക്കി നോക്കിയാൽ മതി. കായംകുളത്തെ MSM കോളേജിലെ പ്രിൻസിപ്പളായിട്ട് വരെ റിട്ടയർ ചെയ്ത അവിടുത്തെ HOD ആയിരുന്ന, ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആയിരുന്ന റഷീദ് സാറ്. നമ്മുടെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടല്ലൂർ, ഈ ബിജു പി എന്ന് പറയുന്നവൻ്റെ വീട്ടിലോട്ട് പോകുന്നതിൻ്റെ നമ്മുടെ ഹൈവേ NH-47 പുല്ലുകുളങ്ങരയ്ക്ക് പോകുന്ന റോഡുണ്ട്, മെയിൻ റോഡ്. ആ റോഡിൻ്റെ ജസ്റ്റ് 2ാമത്തെ വളവിനാണ് സാറിൻ്റെ വീട്. അപ്പം ഞായറാഴ്ചയായിരുന്നു ഞങ്ങൾക്ക് ട്യൂഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പന്തളം കോളേജിലാണ് പഠിച്ചത്. അപ്പം ദൂരെ MSM കോളേജിലുള്ളവർക്കും അടുത്തുള്ളവർക്കുമാണ് ഡെയിലി ട്യൂഷൻസ് 3 hours അങ്ങോട്ട് ആഴ്ചയിൽ 3 ദിവസം. ഞങ്ങൾക്കതുകൊണ്ട് ഈ ആഴ്ചയിലെ 3 ദിവസം 1 ഡേയിലായിരുന്നു ട്യൂഷൻ എടുക്കുന്നത്, ഓൺലി 1 day. അങ്ങനെ ഞങ്ങൾ 7 to 10 ബാച്ചായിരുന്നു. 7, 8, 9, 10 അങ്ങനെ ത്രൂ ഔട്ട് 3 മണിക്കൂർ ഇരുന്ന് പഠിച്ചവരാണ് ഞങ്ങൾ. സാറിൻ്റെ അടുക്കൽ ചെന്ന് തിരക്കിയാൽ മതി.
അവിടെ പഠിച്ചതാണ് ഫിസിക്സൊക്കെ. നമ്മളെ അത്ര വലിയ പൊട്ടറൊന്നും നോക്കണ്ട, മനസ്സിലായില്ല. ഇപ്പോഴത്തെ ഫിസിക്സും ഇതൊന്നും അല്ല. ഇപ്പം പഠിക്കുന്ന എന്തോ പഠിക്കുന്നത് നമുക്കറിയാം എന്തോന്നാണ്. ചുമ്മാതെ വായി നോക്കി ഫോണും കൊണ്ടിരിക്കുന്ന കുറേ എണ്ണങ്ങളെ ഉള്ളിന്ന് ഇവിടെ എന്തോ പഠിക്കുന്നതെന്നാ, കുറേ ചുമ്മാ നടക്കുക വായി നോക്കികളെല്ലാം. കുറേ AI ഒക്കെ ആയിട്ട് നടക്കുന്നു. അല്ല എന്തുവാ, കുറേ ഫോണും പിടിച്ച് കുറേ തുള്ളി നടക്കുക. അല്ലാതെ വേറൊന്നും ഒരു ജോലിയില്ല ഇവിടെമാർക്കൊന്നും. പക്ഷെ ഞങ്ങളുടെ ജനറേഷനൊന്നും അങ്ങനെയല്ല. നല്ല ശരിക്കും കഷ്ടപ്പെട്ട് പഠിച്ചതാണ് ഫിസിക്സും കെമിസ്ട്രിയും. നല്ല ഒന്നാം തരം 50 എക്സ്പെരിമെൻറ്റ്സ് ആയിരുന്നു ഫിസിക്സ്. എന്തുവാ പ്രാക്ടിക്കൽസ് തിരക്കിയാൽ മതി. പ്രാക്ടിക്കൽസിന് തന്നെ ട്യൂഷൻ എടുക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെ 50 എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് പഠിച്ച് പോയി പ്രാക്ടിക്കൽ എക്സാമും ഒക്കെ ഇതാക്കി പാസ്സായവരാണ്. ചുമ്മാതല്ല, മനസ്സിലായില്ലയോ പഠിച്ചത്. അതുപോലെ തന്നെ കെമിസ്ട്രിയും എല്ലാ രീതിയിലുള്ള എല്ലാ ടൈട്രേഷൻസും അതും ഇതും എല്ലാം. അതുകൊണ്ട് നല്ല കെമിക്കൽസും ഇതിൻ്റെയും ആസിഡിൻ്റെയും ഇതിൻ്റെയൊക്കെ മണമൊക്കെ കേട്ടാൽ നല്ല ശരിക്കറിയാം. അല്ലാതെ പൊട്ടറൊന്നുമല്ല. അതുപോലെ അല്ലാതെ എക്സ്പീരിയൻസ് ഉണ്ട് ഇഷ്ടം പോലെ, വേറുള്ളവരുടെ കൂട്ടല്ല. റബ്ബർ ഷീറ്റ് അടിക്കുന്നിടവും അതിൻ്റെ ആസിഡ്സിനെ കുറിച്ചും അങ്ങനെ എല്ലാ മണവും. പിന്നെ കൃഷിയിൽ അതുമായിട്ട് സംബന്ധിക്കുന്ന പെസ്റ്റിസൈഡ്സിനെയും ഇൻസെക്ടിസൈഡ്സും എല്ലാം നല്ല ശരിക്ക് എല്ലാ ഓർഗാനോഫോസ്ഫേറ്റ്സിൻ്റെയും ഇതിൻ്റെയും ഫാക്ടം ഫോഴ്സ് ഇതൊക്കെ കണ്ട് ശരിക്ക് വളർന്നതാണ്. അല്ലാതെ ചുമ്മാ വളർന്നതൊന്നുമല്ല. അതുകൊണ്ട് ഇതെല്ലാം അറിയാം നല്ലപോലെ, മനസ്സിലായില്ലേ. ഇപ്പോഴത്തെ ഇങ്ങനെ വീട്ടിലിരുന്ന് വലിയ ലക്ഷൂറിയസ് ആയിട്ട് ചുമ്മാതെ വീട്ടിലിരുന്ന് ഇങ്ങനെ ചുമ്മാതെ ഫോണിൻ്റെ അത് മാത്രമൊന്നുമല്ല, നല്ല പ്രാക്ടിക്കലി എല്ലാം കണ്ടു വളർന്നതാണ്. പ്രാക്ടിക്കലും എക്സ്പീരിയൻസ്, ആ പ്രാക്ടിക്കൽ ത്രൂ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഡിഫറൻസ് ഉണ്ട്. അല്ലാതെ ഇങ്ങനെ വായിച്ച് പഠിക്കുന്നതിനെക്കാട്ടി വലിയ ഡിഫറൻസ് ആണ് നമ്മൾ സ്വയം നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഒരു സാധനം മണത്ത് നോക്കിയാൽ അതെന്താണ് ഇന്നതാണെന്ന് മനസ്സിലാക്കുന്നതും വെറുതെ ചുമ്മാതെ വായിച്ച് ഇന്നതാണെന്ന് ഇതാക്കുന്നതും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് ഒക്കെ കണ്ട് നല്ല ശരിക്ക് വളർന്ന ആളാണ്. അത് ചുമ്മാ ഒന്നും വളർന്നൊന്നുമല്ല, മനസ്സിലായില്ലയോ. എല്ലാം നല്ല ശരിക്ക്. എൻ്റെ അടുക്ക് വേണ്ട ഈ ഡ്രാമാസ് ഒന്നും. ഒത്തിരി ഡ്രാമാസ് നടത്തുന്നുണ്ട്. ഒത്തിരി ഇൻഷുറൻസ്, ഒരു പ്രീതായസ് പണിക്കർ എൻ്റെ പ്രോപ്പർട്ടിയൊക്കെ വെച്ച് ഇൻഷുറൻസിൽ ഏതാണ്ടൊക്കെ ഇതൊക്കെ ഇട്ടുണ്ട്. ഞങ്ങളിപ്പം പൂട്ടിയതിൻ്റെയൊക്കെ കാശൊക്കെ ഏതാണ്ട് അടിക്കുന്നുണ്ടായിരിക്കുള്ളൂ. ഇങ്ങനെ അതുകൊണ്ട് കൂട്ടുകാരൻ ഇങ്ങനെ പതിയെ അങ്ങ് നിരക്കവാ. നമുക്കറിയാമല്ലോ കാണുമ്പോൾ നിരക്കി ഇരിക്കുന്നത് ചുമ്മാതെ. ഇച്ചിരി ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ അങ്ങനെ നിരക്കി നമ്മുടെ കാശ്, ഒരു മണിക്കൂറത്തെ കാശെന്ന് പറഞ്ഞാൽ 10,000 ചില്ലറ രൂപ എല്ലാം കൊണ്ടുപോകാമല്ലോ. അതിനങ്ങനെ ഇതാക്കുക. അങ്ങനെയൊക്കെയുള്ള പല രീതിയിലാണ് അതുപോലെ കൂട്ടുകാരൻ നമ്മളെ വെറുതെ വിളിക്കുക. അവൻ നമ്മുടെ ഫോണിനകത്ത് നമ്മൾ കൂട്ടുകാരനായതുകൊണ്ടാണ്. കാരണം നമുക്ക് ഭാവിയിലായാലും വിളിക്കണം ഇവനെ പൂട്ടിക്കാൻ നമ്മുടെ പ്രോപ്പർട്ടിയൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ, എൻ്റെ അമ്മയുടെ ഫോണില്ലാഞ്ഞുകൊണ്ട് ഇന്നലെ എന്തോ സ്വിച്ച് ഓഫ് ആയിരുന്നു, അയാൾ വിളിച്ചിട്ട് വന്നില്ല. അതുകൊണ്ട് ഇയാൾ ഇവിടെ വന്ന് നമ്മളുടെ മാഡത്തിൻ്റെ ഫോൺ നമ്പർ ഇതാന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് പോയി. അല്ലാതെ ഇവനൊക്കെ ആരാ ഇങ്ങനെ കുറേ ഇവളുമാരും ഇങ്ങനെ കുറേ കഥകളുണ്ടാക്കുന്നുണ്ട്. കുറേ ഓട്ടോക്കാരന്മാർ, മറ്റവന്മാർ, മറിച്ചവന്മാർ. ഇവരൊക്കെ നമ്മൾക്ക്, എൻ്റെ അമ്മയ്ക്ക് 88 വയസ്സായി. അപ്പം നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഓട്ടോ വിളിച്ചേ പറ്റത്തുള്ളൂ. അല്ലാതെ ഓട്ടോക്കാരന്മാരുടെ കൂടെ പോകാനാണോ? അതൊന്നുമല്ല. ഞങ്ങൾ ഓട്ടോ വിളിക്കും. 88 വയസ്സുള്ള എൻ്റെ അമ്മയെ കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾ ഓട്ടോ വിളിച്ചേ പറ്റത്തുള്ളൂ. അല്ലാതെ ബസ്സിൽ കയറ്റിയൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ഓട്ടോ വിളിക്കും. അല്ലാതെ കണ്ടവനെയൊന്നും ഇവിടെ കയറ്റി വയ്ക്കാനല്ല. രാജമ്മ ഇങ്ങനെ കുറേ കയ്യെ പിടിച്ച് നടന്ന ഒരു ഓട്ടോക്കാരൻ, മുരളി എന്ന് പറയുന്നത് എമ്മാടി. പിന്നെ ഇപ്പോൾ അടിച്ച പടീവനെയൊന്നും കയറ്റത്തില്ല. കുരളിയൊന്നും മാനമര്യാദയ്ക്ക് വരുന്നവരെ വിളിക്കും, അല്ലാത്തവരെയൊന്നും വിളിക്കത്തില്ല. അത് ഓട്ടോ ഓടിക്കുന്നവനെയാണ് വിളിക്കുന്നത്. ഓട്ടോ ഓടിച്ചുകൊണ്ട് പോകാനാണ് വിളിക്കുന്നത്. അല്ലാതെ ഇവിടെ ഒന്നും കയറി പൊറുക്കാൻ വിളിക്കുകയൊന്നുമല്ല. അങ്ങനത്തെ തെറ്റായ കഥകളൊന്നും പെണ്ണുങ്ങളെക്കുറിച്ച് ഉണ്ടാക്കണ്ട. ഓരവനും, മനസ്സിലായില്ലയോ. വളരെ സ്പഷ്ടമായിട്ട് തന്നെ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് നമ്മൾ പോകുന്നിടത്ത് ആൾക്കാർ നമ്മളോട് ഗുസ്തിക്ക് വരുമ്പോഴുള്ള ആ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയുള്ളതാണെന്നുള്ളത്. നമുക്കും സംസാരിക്കാൻ അറിയാൻ കഴിഞ്ഞിട്ടൊന്നുമല്ല. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കാത്തത് അറിയാമല്ലോ. ഇങ്ങനെ ഇത്രയും തറയായിട്ട് സംസാരിക്കാൻ അറിയത്തില്ലെങ്കിൽ നമുക്ക് ശരിക്കും സംസാരിക്കാൻ അറിയാം. നല്ല ശരിക്കും മറുപടി പറയാൻ അറിയാൻ കഴിഞ്ഞിട്ടല്ല നമ്മൾ മിണ്ടാതിരിക്കുന്നത് ഇങ്ങനത്തെ വെറും തറ വർത്താനത്തിന്. അതുപോലെയാണ് ഒരു തറ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു തറ വന്ന് കിടക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? തറ, അവൻ മുതുത്ത ഇതുപോലുള്ള തറകളാണ്. നമ്മളെങ്ങനെ സംസാരിക്കും ഇവരോടൊക്കെ? അത്ര തറകൾ. അതുപോലെ നമ്മുടെ പ്രോപ്പർട്ടിക്കകത്തോട്ട് വഴിയിട്ടേച്ച് മെമ്പറിനെ വിളിച്ച് പറഞ്ഞു. മെമ്പർ പറഞ്ഞു അടയ്ക്ക്, വല്ല പ്രശ്നം ഉണ്ടാക്കി ഉടനെ പോലീസിനെ വിളിക്കാമെന്ന്. നമ്മുടേതിനകത്തോട്ട് എന്തോ ട്രസ്പാസ് ചെയ്യുക. എന്നിട്ടാണ് നമ്മുടെ അടുത്ത് ഗുസ്തിക്ക് വരുന്ന വലിയ ഒരു പ്രായമുള്ളവരാന്ന് പറഞ്ഞ് നമ്മുടെ പ്രോപ്പർട്ടിക്കകത്തോട്ട് എന്തും ചെയ്യാമെന്നോ? അവർക്ക് 17 സെൻറ്റ് സ്ഥലമുണ്ട്. അതിനകത്ത് കിടന്ന് കുത്തി മറിഞ്ഞാൽ മതി.
ഇവിടെ ഇതുപോലെ ഞങ്ങളെ 3 സൈഡിൽ ഇതുപോലെ ഈ 9 സെൻറ്റ് മാത്രമായിരുന്നപ്പോൾ ഞങ്ങളെ 3 സൈഡിൽ മുള്ളുവേലിയിട്ട് നമ്മൾ ഇന്ന് വരെ കാല് കുത്തിയിട്ടില്ല ഇവരുടെ എന്തോ വസ്തുക്കളിനകത്തോട്ട്, കാലിങ്ങനെ എടുത്ത് വെച്ചിട്ടില്ല. ഞങ്ങൾ പിന്നെ 10 സെൻറ്റ് ആദ്യം അമ്മ വെച്ച് വാങ്ങിച്ച് അത് കഴിഞ്ഞിട്ടും 7 സെൻറ്റും ഒക്കെ കിട്ടിയപ്പോഴാണ് നമ്മൾ വടക്കേ വശത്തോട്ട് ഇറങ്ങുകയും ഇതുപോലെ സ്വാതന്ത്ര്യമായിട്ട് നടക്കാൻ തുടങ്ങിയത്. ഞങ്ങളെ 3 സൈഡിൽ മുള്ളുവേലിക്കകത്ത് ഇട്ടിരുന്നപ്പോഴും ഇവൻ്റെ ഒന്നും വസ്തുവിനകത്തോട്ട് കാലെടുത്ത് കുത്തി വെക്കാൻ, കാലോ കയ്യോ തൊടാൻ, അവൻ്റെ സൈഡിൽ നിൽക്കുന്ന എന്താണെന്നോ മുള്ളുവേലി പോലും തൊടാൻ ഞങ്ങൾ പോയിട്ടില്ല. അങ്ങനെ ഇതാക്കിയവരാ. അല്ലാതെ ഇങ്ങനത്തെ സ്വഭാവമൊന്നും എനിക്കില്ല, ഞങ്ങൾക്കും ഇല്ല. അഹങ്കാരം കൊണ്ട് നടക്കണം, കുറേ എണ്ണം ഇങ്ങനെ നടക്കുകയാണ്. ഒന്നും അത്ര ശരിയുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മളെ വളഞ്ഞു വെച്ചിങ്ങനെ എല്ലാം വസ്തു നമ്മുടെ ഇതുകൂടാതെ 3 സ്ഥലങ്ങളുണ്ട്. 3 ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഭരണീക്കാവ് വില്ലേജിൽ ഇതും പിന്നെ 2 കൂടെ ഉണ്ട്, 2 സ്ഥലവും കൂടെ ഉണ്ട്, 2 അപ്പോൾ ഇതും ഭരണിക്കാവ് വില്ലേജിൽ ആകെ അപ്പം 3 സ്ഥലത്തുണ്ട്. പിന്നെ അതെന്ന് പറയുന്നത് പല്ലാരിമംഗലത്ത്, അത് തെക്കേക്കര വില്ലേജാണ്, അവിടെ ആ സ്ഥലവും. അപ്പം ഇവിടെ നമ്മൾ എവിടെ പോയാലും ഇങ്ങനെ കുറേ ആൾക്കാർ നമ്മളെ ഇങ്ങനെ അങ്ങ് ടോർച്ചർ ചെയ്യുക. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും അങ്ങ് ഭയങ്കര ഇറിറ്റേഷൻ അവർക്ക്. നമ്മുടെ വസ്തു നമ്മൾ പോകുന്നുണ്ടെങ്കിൽ വല്ലവർക്കും ഇറിറ്റേഷൻ ഉണ്ടാവേണ്ട കാര്യം എന്ത് കാര്യമാണ്? അപ്പം ഇങ്ങനെ എങ്ങനെയെങ്കിലും പിടിച്ചു പറിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ അങ്ങ് നടക്കുകയാണ് കുറേ ആൾക്കാർ.